നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉമാ തോമസ് MLAയ്ക്ക് പിന്നാലെ KPA മജീദ് MLAയ്ക്കും വീണ് പരിക്ക്. പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് MLA കാൽ തെന്നി വീണത്. തലയ്ക്കും കാലിനും പരിക്കേറ്റ MLAയെ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിന്തൽമണ്ണ താഴേക്കോട് ജുമാ മസ്ജിദിൽ മോഷണം. ഓഫീസിൽ കയറി യുവാവ് പണം മോഷ്ടിച്ചു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ മലബാർ ന്യൂസിൽ ലഭിച്ചു. ഒറ്റപ്പാലം ലക്കിടിയിൽ വാഹനാപകടം. ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. പാമ്പാടി സ്വദേശി രാമനാണ് മരിച്ചത്. ഭാര്യയ്ക്ക് പരിക്ക്. ചെർപ്പശ്ശേരി കച്ചേരിക്കുന്ന് ജംഗ്ഷൻ വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. കയറ്റവും വളവും ചേർന്ന് വരുന്ന ഭാഗത്ത് റോഡ് പൊളിഞ്ഞു കിടക്കുന്നതിനാൽ യാത്ര കഠിനം. ഇരുചക്രവാഹനങ്ങൾ തെന്നിമറിയുന്നത് നിത്യസംഭവം. വിശദമായ വാർത്തകൾ നോക്കാം. ഉമാ തോമസ് MLAയ്ക്ക് പിന്നാലെ KPA മജീദ് MLAയ്ക്കും വീണ് പരിക്ക്. പെരിന്തൽമണ്ണ CH സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വീണതിനെ തുടർന്നാണ് പരിക്കേറ്റത്. തലയ്ക്കും കാലിനും പരിക്കേറ്റ MLAയെ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നജീബ് കാന്തപുരം MLA, ഷാഫി പറമ്പിൽ MP തുടങ്ങിയവരും ആശുപത്രിയിലെത്തി. ജനുവരി 3 പെരിന്തൽമണ്ണ CH സെന്ററിന്റെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്. ഈ CH സെന്ററിന്റെ ഉദ്ഘാടന പരിപാടിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് വാഹനത്തിലേക്ക് മടങ്ങുകയായിരുന്നു MLA. വാഹനം നിർത്തിയിട്ട സ്ഥലത്തോട് ചേർന്ന ഭാഗത്തുള്ള ചെറിയ ഷെഡിൽ MLA തട്ടിത്തടഞ്ഞ് വീഴുകയായിരുന്നു. വീഴ്ചയിൽ തല കോൺക്രീറ്റ് കാലിൽ ഇടിച്ചതിനെ തുടർന്ന് MLAയുടെ നെറ്റിയിൽ പരിക്കേറ്റു. മാധ്യമപ്രവർത്തകരും നേതാക്കളും ചേർന്ന് MLAയെ ഉടനെ വാഹനത്തിൽ കയറ്റി. മൗലാന ആശുപത്രിയിലാണ് KPA മജീദിനെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി സലീം കുരുവമ്പലം, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, PK അബൂബക്കർ ഹാജി, കുറ്റിരി മാനുപ്പ തുടങ്ങിയ നേതാക്കളാണ് KPA മജീദിനെ ആശുപത്രിയിലെത്തിച്ചത്. ഷാഫി പറമ്പിൽ MP, നജീബ് കാന്തപുരം MLA തുടങ്ങിയവർ ആശുപത്രിയിലെത്തി KPA മജീദിനെ കണ്ടു. KPA മജീദിന് നേരത്തെ കഴുത്തിൽ ശസ്ത്രക്രിയ ചെയ്തിരുന്നു. MRI സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനയ്ക്കായി ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗവും CH സെന്ററിന്റെ പ്രസിഡന്റുമാണ് KPA മജീദ്. ഒറ്റപ്പാലം ലക്കിടിയിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വയോധികന് ദാരുണാന്ത്യം. ഇരുചക്രവാഹന യാത്രക്കാരൻ തിരുവില്ലാമല പാമ്പാടി സ്വദേശി രാമനാണ് മരിച്ചത്. ഭാര്യ സരോജിനിയെ പരിക്കുകളോടെ കണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാമ്പാടി ഭാഗത്തു നിന്നും ലക്കിടി കൂട്ടുപാത ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത്. ലക്കിടി CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് സമീപമായിരുന്നു അപകടം. പെരിന്തൽമണ്ണ താഴേക്കോട് ജുമാ മസ്ജിദിൽ മോഷണം. പള്ളിയുടെ ഓഫീസിൽ കയറി യുവാവ് പണം മോഷ്ടിച്ചു. പള്ളി കമ്മിറ്റി പരാതി നൽകിയതിനെ തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് അന്വേഷണം ആരംഭിച്ചു. രാത്രി 1 മണിയോടെയാണ് മോഷ്ടാവ് താഴേക്കോട് വലിയ മസ്ജിദിന്റെ ഓഫീസിനകത്ത് കടന്നത്. മോഷ്ടാവായ യുവാവ് പള്ളിയിലേക്ക് വരുന്നതും മോഷ്ടിക്കാനുള്ള ശ്രമവും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പള്ളിയുടെ ഓഫീസിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പള്ളിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കോളേജിലെ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച രാവിലെ സുബഹി നമസ്കാരം നിർവഹിക്കുന്നതിന് എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. പള്ളിയുടെ ഓഫീസ് വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു. മോഷണ സംഭവത്തിൽ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി. താഴേക്കോട് ടൗൺ ജുമാ മസ്ജിദിന്റെ ഓഫീസിലാണ് ഇന്നലെ രാത്രിയിൽ കളവ് നടന്നത്. രാവിലെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയോടനുബന്ധിച്ചുള്ള കോളേജിലെ കുട്ടികൾ വന്ന സമയത്താണ് ഓഫീസിന്റെ വാതിൽ പൂട്ടുപൊട്ടിച്ച് തുറന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ആ സമയത്ത് തന്നെ ഒരു വിവരം അറിയിക്കുകയും 5 മണിക്ക് തന്നെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. ഒരു 7 മണിക്കുള്ളിൽ തന്നെ പോലീസ് പള്ളിയും അതുപോലെ തന്നെ ഓഫീസൊക്കെ ഒന്ന് പരിശോധിച്ചു. ആവശ്യമായിട്ടുള്ള CCTV ഫുട്ടേജും മറ്റുമൊക്കെ സംഘടിപ്പിച്ച് ശേഖരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. രാത്രി 1 മണിക്ക് ശേഷം ആണ് അവിടെ കളവ് നടന്നത് എന്നാണ് CCTVയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കുറച്ച് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ബാങ്ക് അവധിയായതിനാൽ പള്ളി ഓഫീസിലുണ്ടായിരുന്ന കുറച്ച് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പള്ളിയിലും പരിസരത്തുള്ള മക്കാമിലുമൊക്കെ കള്ളൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ നിന്നൊന്നും കാര്യമായിട്ടൊന്നും നഷ്ടപ്പെട്ടതായിട്ടുള്ള വിവരമില്ല. എന്തായാലും പോലീസ് വിഷയത്തിൽ വളരെ ശക്തമായിട്ട് അന്വേഷണം നടത്തിയിരിക്കുകയാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപ പ്രദേശത്തും ചില സ്ഥാപനങ്ങളിലും മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. മോഷ്ടാവിനെ കുറിച്ച് സൂചന ലഭിച്ചതായാണ് വിവരം.
ചെർപ്പശ്ശേരി കച്ചേരിക്കുന്ന് ജംഗ്ഷൻ വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. കുത്തനെയുള്ള റോഡ് തകർന്ന് തരിപ്പണമായതാണ് ഇതുവഴിയുള്ള യാത്രക്കാർക്ക് ഭീഷണിയാവുന്നത്. നഗര നവീകരണ പ്രവൃത്തികൾക്കായി റോഡിന്റെ ഒരു ഭാഗം പൊളിക്കുകയും ചെയ്തതോടെ ദുരിതം ഇരട്ടിയായി. വണ്ടി മുതൽ ആളെ ബാക്ക് തണ്ടലൊക്കെ പണി ചെയ്യണം. ബാക്ക് പെയിന് ഈ കുലിക്കാൻ തന്നെയല്ലേ, ഈ കുലിക്ക ബാക്ക് പെയിന്റെ ഒക്കെ കാര്യം ഡോക്ടറെ സംഖ്യ എക്സ്ട്രാ എടുക്കണേ ആദ്യം, എന്നിട്ട് ബാക്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത്ര ഇടങ്ങാറായിട്ടൊക്കെ ആകെ മലിക്കുന്നു പറഞ്ഞാൽ പോലെ ആരോടാ പറയാ, എന്താ ചെയ്യാ? ഇപ്പൊ നിങ്ങളെ പത്ത് ആൾക്കാരെ കാണുമ്പോൾ പറയും, നമ്മുടെ ഇടങ്ങാറങ്ങൾ ആരോടും പറയേണ്ടത്. ഇത് വിന്റെ മാത്രമല്ല, എല്ലാവരെയും അവസ്ഥ ഇതാണ്. പെരിന്തൽമണ്ണ റോഡും പാലക്കാട് റോഡും പട്ടാമ്പി റോഡും സംഗമിക്കുന്ന ചെർപ്പശ്ശേരി കച്ചേരിക്കുന്ന് ജംഗ്ഷന്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അല്ലെങ്കിലേ ഈ ഭാഗം വാഹനങ്ങൾക്ക് ഹൈ റിസ്ക് ഏരിയയാണ്. അവിടെയാണ് ഇപ്പോൾ പൂനിന്മേൽ കുരുപോലെ റോഡ് പൊളിഞ്ഞും കിടക്കുന്നത്. കാലങ്ങളായി കച്ചേരിക്കുന്നിൻ്റെ അവസ്ഥ ഇതുതന്നെയാണ്. വീതി കുറഞ്ഞ റോഡും കുത്തനെയുള്ള കയറ്റവും അപകടകരമായ വളവും മാത്രമായിരുന്നു മുമ്പുണ്ടായിരുന്ന പ്രശ്നം. നഗര നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചതോടെ റോഡിൻ്റെ പകുതി ഭാഗം പൊളിക്കുകയും ചെയ്തതോടെ കച്ചേരിക്കുന്നിലെ ദുരിതം ഇരട്ടിയായി. ഇപ്പോൾ ചെറുവാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ കഴിയാത്ത വിധമാണ് കച്ചേരിക്കുന്നിലെ അവസ്ഥ. പൊടിയും കല്ലുകളും നിറഞ്ഞ കുത്തനെയുള്ള കയറ്റത്തിൽ ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പാലക്കാട് ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകളും ലോറികളും ഇവിടെ തിരിയാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയും കച്ചേരിക്കുന്നിലൂടെയുള്ള യാത്ര കഠിനമാക്കുന്നു. പാലക്കാട് പെരിന്തൽമണ്ണ ഭാഗങ്ങളിൽ നിന്നും ഇറങ്ങി വരുന്ന വാഹനങ്ങൾ ചെന്നു ചാടുന്നത് വലിയ കുഴികളിലേക്കാണ്. ഒട്ടുമിക്ക കാറുകളും അടിതട്ടാതെ ഇതുവഴി കടന്നു പോകാറില്ല. ഈ ദുരിതം എന്നു തീരുമെന്നാണ് ഇതുവഴിയുള്ള യാത്രക്കാരുടെ ചോദ്യം. റോഡ് നേരെങ്കിലും പ്രശ്നമല്ല, പിന്നെ കുറച്ച് മണ്ണിടുന്ന ഇതില് ഞാൻ ഇപ്പോൾ വർഷം പോയിട്ട് വരുന്നത്. ഇത് കിട്ടിയ പൈസ 30-40 കോടി കഴിഞ്ഞാൽ ഒരു കൂട്ടിയ വർഷോപ്പ് കൊണ്ടുപോകാറുള്ളൂ. അമ്മ കുട്ടികളെ കരി വാങ്ങാനല്ല, വേറെ ചിലവ് രക്ഷയില്ല. ഇതെന്താ വെച്ചാൽ വണ്ടി കൊണ്ട് പോണ ആൾക്കാരെ ബുദ്ധിമുട്ട് ഒരു മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്ര ഇടങ്ങാറായിട്ടാണ് പറയണത്. ഇവിടെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയാൽ 30 റുപ്യ ഇട്ടാൽ ഈ 30 റുപ്യയുടെ വർഷോപ്പ് പോയാൽ 300 റുപ്യ കൊടുക്കണം. ബാക്കി നമ്മളെ കയ്യിൽ നിന്ന് കൂട്ടണം. ഈ അവസ്ഥകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ കുറേ പറഞ്ഞാൽ മണ്ണിടരുത്, ഇത് നേരാക്കണ്ട. ഈ കൊണ്ടുപോയി വെച്ച് കേരളയിൽ കയറി വരുന്ന ടൈമിൽ ഭയങ്കര വീട്. അത് ഇവിടെ ഈ വണ്ടി കിടന്നത് ബസ്സൊക്കെ പോകുമ്പോൾ കാണാം, ചാണ്ടും പറഞ്ഞാൽ അവർ പോവാം. നഗരത്തിന്റെ മർമ്മപ്രധാനമായ ജംഗ്ഷൻ പോലും ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കാത്തത് ബന്ധപ്പെട്ടവരുടെ അനാസ്ഥയാണെന്ന് നഗരസഭ മുൻ വൈസ് ചെയർമാൻ കെ ആസീസ് പറഞ്ഞു. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ ഇവിടെ വലിയ അപകടങ്ങൾക്കാവും വഴിവെക്കുക എന്നും ആസീസ് പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു പ്രദേശമാണ് ഇത്. ഈ പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന വാഹനങ്ങളും പാലക്കാട് സൈഡിലേക്ക് പോകുന്ന വാഹനങ്ങളും അവ തിരിച്ച് ഇങ്ങോട്ട് പട്ടാമ്പിയിലേക്കും ചെർപ്പശ്ശേരിയിലേക്കും ഒറ്റപ്പാലത്തേക്കും വരുന്ന വാഹനങ്ങളൊക്കെ വരുന്ന ഒരു ജംഗ്ഷനാണിത്. വളരെ ശോചനീയമായ രീതിയിലാണ് ഇത് പണി പൂർത്തീകരിക്കാനും സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ സ്ഥലം ഏറ്റെടുക്കാനും പൂർത്തീകരിക്കാനും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സമാനമായ രീതിയിൽ കച്ചേരിക്കുന്ന് ജംഗ്ഷനിലും ഒരു സിഗ്നൽ സംവിധാനമൊക്കെ ഏർപ്പെടുത്തേണ്ട ഒരു പ്രദേശമാണ് ഇത്. ഈ രീതിയിൽ എത്ര കാലം ഇനി മുന്നോട്ട് പോകേണ്ടി, എത്ര കാലം ഈ ദുരിതം ജനങ്ങളും വാഹനങ്ങളും വാഹന യാത്രക്കാരുമൊക്കെ പേറേണ്ടി വരും എന്നറിയില്ല. വളരെ അപകടം നിറഞ്ഞൊരു പ്രദേശം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഇരുചക്ര വാഹനങ്ങൾക്ക് ഇത് വഴി കടന്നു പോകുമ്പോൾ കുറച്ച് പരിചയക്കുറവുള്ള ആളുകൾ കൂടിയാണെങ്കിൽ മറിഞ്ഞു വീഴാനും വലിയ അപകടങ്ങൾ സംഭവിക്കാനും ഒക്കെ ധാരാളം സാധ്യതയുണ്ട്. പലപ്പോഴും പല വാഹനങ്ങളിലൂടെ തെന്നി വീഴാറുണ്ട്. പക്ഷേ സ്പീഡ് കുറഞ്ഞു പോകുന്നതുകൊണ്ട് പല അപകടങ്ങളുടെ തലനാരിഴൊക്കെ രക്ഷപ്പെടുകയാണ്. എന്നാണ് ഇവിടെ ഇനി വലിയ തോതിലുള്ള അപകടങ്ങൾ സംഭവിക്കാമെന്ന് പറയാൻ കഴിയില്ല. ഇതൊക്കെ അധികാരി വർഗം കാണുന്നുണ്ടോ? ബഹുമാനപ്പെട്ട MLAയും അതുപോലെ നഗരസഭാ അധികാരികളുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിന് പരിഹാരം കാണാൻ അടിയന്തരമായ ശ്രമം നടത്തണം എന്നാണ് പറയാനുള്ളത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത ടൗൺ പ്രഖ്യാപനം നടത്തി. ആദ്യഘട്ടത്തിൽ പട്ടിക്കാട് ചുങ്കൻ ടൗണിനെയാണ് ഹരിത ടൗണായി പ്രഖ്യാപിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായാണ് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത ടൗൺ പ്രഖ്യാപനം നടത്തിയത്. ആദ്യഘട്ടത്തിൽ പട്ടിക്കാട് ചുങ്കത്തെയാണ് ഹരിത ടൗണായി പ്രഖ്യാപിച്ചത്. ടൗണിൽ നടപ്പിലാക്കിയ വിവിധ ശുചിത്വ പ്രവർത്തനങ്ങളും മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളിൽ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുടെ സഹകരണവും പരിഗണിച്ചാണ് ആദ്യഘട്ടത്തിൽ പട്ടിക്കാട് ചുങ്കത്തെ ഉൾപ്പെടുത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ പ്രഖ്യാപനം നടത്തി. ആ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്ത് കരുതി, അവർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് കേരള സംസ്ഥാന ജീവിതത്തിൽ നമ്മളൊക്കെ കുട്ടിക്കാലങ്ങളിലൊക്കെ
നമ്മൾ സ്കൂളിൽ പോയ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ അവിടെ ഇവിടെയും പോയൊക്കെ വെള്ളം കുടിച്ചിരുന്നു. കിണറ്റ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ ദാഹമായിത്തീരുന്നു. ഇന്ന് നമുക്ക് എല്ലാ പ്രകൃതി രമണീയമായ ഈ കേരള സംസ്ഥാനത്ത് മലക്ക് മലയുണ്ട്, പുഴക്ക് പുഴയുണ്ട്, നദിക്ക് നദിയുണ്ട്, നീരുറവുകളുണ്ട്, തോടുകളുണ്ട്, അരിസ്ഥാനങ്ങളുണ്ട്. പക്ഷെ ഇത്രയും സമൃദ്ധമായി കൊണ്ടുള്ള വൈവിധ്യങ്ങളും സമൃദ്ധമായ ഈ കേരളക്കരയിലെ ആളുകളായ നമ്മൾ പൈസക്ക് വെള്ളം വാങ്ങി കുടിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്ന് നിങ്ങൾ ചെറുപ്പകാലത്ത് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് 20 രൂപ കൊടുത്ത് നമ്മൾ വെള്ളം വാങ്ങി കുടിക്കേണ്ട ഒരു അവസ്ഥ കേരള സംസ്ഥാനത്ത് എങ്ങനെ സംസാരമായി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സ്ഥിരം സമിതി അധ്യക്ഷ റഹ്മത്ത് മോളി അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ വി ബോസ് വിഷയാവതരണം നടത്തി. വാർഡ് അംഗം നൂർജഹാൻ മൂച്ചിക്കൽ, വ്യാപാരി സംഘടനാ പ്രതിനിധി മുബഷിർ, അത്തീഖ് പട്ടിക്കാട്, ജാമിയ നൂരിയ പ്രതിനിധി മുഹമ്മദ് അലി, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷംസുദ്ദീൻ, ഹരിത കർമ്മസേനാംഗങ്ങൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ടൗൺ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടിക്കാട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. നെല്ലായിയിൽ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ. നിരവധി തവണ അധികാരികൾക്ക് പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. വേനൽക്കാലം ഇങ്ങെത്തി നിൽക്കെ ഈ വിധം കുടിവെള്ളം പാഴാകുന്നത് വിഷമകരമായ കാര്യമെന്ന് നാട്ടുകാർ പറഞ്ഞു. നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ കല്ലിടുമ്പ് പ്രദേശത്താണ് ഈ കാഴ്ച. അഴുക്കുചാലിലൂടെ മഴവെള്ളം കണക്കെ ഈ ഒഴുകിപ്പോകുന്നത് ശുദ്ധമായ കുടിവെള്ളമാണ്. 1 വർഷത്തോളമായി ഇവിടെ പൈപ്പ് ലൈൻ പൊട്ടി വെള്ളം ഒഴുകാൻ തുടങ്ങിയിട്ട്. നെല്ലായ, കുലുക്കലൂർ ഗ്രാമപഞ്ചായത്തുകളിലെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള സ്രോതസ്സാണ് വാട്ടർ അതോറിറ്റിയുടെ ഈ പൈപ്പ് ലൈൻ. പുറമെത്ര വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും നെല്ലായ ഭാഗത്തേക്കുള്ള മെയിൻ കണക്ഷനാണ് നെല്ലായ കല്ലിടുമ്പ് ഭാഗത്ത് കേടുപാടുകൾ സംഭവിച്ച് ഈ വിധം കുടിവെള്ളം പാഴാകുന്നത്. ഈ വിഷയം ചൂണ്ടിക്കാട്ടി നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പലവർക്കും ഇതിൻ്റെ പരാതികളും ശ്രദ്ധയിലും പെടുത്തിയിട്ടാണ് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് വെള്ളമടിക്കണ ദിവസമായിരുന്നു. എല്ലാ ദിവസവും വെള്ളം ഇവിടെ കിട്ടില്ല. അതിപ്പോൾ പിന്നെ ഏരിയ തിരിച്ചുകൊണ്ട് പല ദിവസങ്ങളിലാണ് പല ഭാഗത്തും കിട്ടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ വന്നപ്പോൾ നല്ല ഫോഴ്സിലാണ് വെള്ളം പോകുന്നത്. അപ്പോൾ ഞാനിത് പമ്പ് സ്റ്റേഷനിലെ ആളോടൊന്ന് വിളിച്ചു. അയാളോട് ചോദിച്ചപ്പോൾ പറയാം, എന്താ അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ചോദിച്ചു. ഇതിൻ്റെ ഒരു പരാതി ഉണ്ടായിരുന്നു, ആളുകളൊക്കെ ഇടപെട്ടതാണെന്നും ആയി. അപ്പോൾ അയാൾ പറയണത്, ഇത് ഞാനും പല ഭാഗത്തും പറഞ്ഞു, ഇത് വാട്ടർ അതോറിറ്റിയിൽ പരാതി കൊടുത്തു, പക്ഷേ ഇത് ക്ലിയർ ആവണില്ല. ഇത് PWD ഇടപെടണം എന്നാണ് വാട്ടർ അതോറിറ്റിക്കാർ പറയണത്. PWD റോഡ് വിളിക്കണം. അപ്പോൾ അതെന്താണ് ഇടപെടാത്തുള്ള സാങ്കേതിക തടസ്സം എന്താണെന്ന് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ക്ലിയർ ചെയ്യാനുള്ള, കോൺക്രീറ്റ് ചെയ്യാനുള്ള സാധനമൊക്കെ ഇറക്കി റെഡിയാക്കി കഴിഞ്ഞാലാണ് PWD പെർമിഷൻ കൊടുക്കുള്ളൂ അത്രേ വാട്ടർ അതോറിറ്റിക്ക്. അപ്പോൾ ഇനി അതിനെന്താ തടസ്സം എന്ന് വെച്ചാൽ, അപ്പോൾ അതിപ്പോൾ ഇദ്ദേഹം താഴെ തട്ട് കിടക്കുന്ന ഒരാളായതുകൊണ്ട് ഇതിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഇടപെടേണ്ടത്. അപ്പോൾ ഞാൻ വാട്ടർ അതോറിറ്റിക്ക് രാവിലെ വിളിച്ചു നോക്കി. പട്ടാമ്പി സെക്ഷനിലെ ഏരിയയിലാണ് ഇത് വരുന്നത്. വാട്ടർ അതോറിറ്റി ഓഫീസ് അതാണ്. അപ്പോൾ PWD വരുന്നത് മണ്ണാർക്കാട് ഡിവിഷൻ്റെ അണ്ടറിലാണ്. അപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് രാവിലെ ഞാൻ വിളിച്ചപ്പോൾ അവർ ഫോണേ എടുത്തില്ല. പലവട്ടം വിളിച്ചു ഞാൻ, അപ്പോൾ അവർ ഫോൺ എടുത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് നമ്പർ, വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കംപ്ലയിൻറ്റ് നമ്പർ സെർച്ച് ചെയ്തെടുത്ത് അതിൽ ഇതിൻ്റെ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ അയച്ചു. ഇതുവരെ അതിൻ്റെ റെസ്പോൺസൊന്നും അവർ കണ്ടിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരത് കാണണമല്ലോ, അതുവരെ അവർ അതിനൊരു റെസ്പോൺസൊന്നും തന്നില്ല. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഈ വേനൽക്കാലമാണ് ഇനി വരാൻ പോകുന്നത്. കടുത്ത ജലക്ഷാമം ഉണ്ടാവും എന്നുള്ളൊരു ഊഹാപോഹം നമ്മൾ പൊതുവേ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ വെള്ളം പല ഭാഗത്തും ലീക്കായി പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ വരും. അപ്പോൾ അതിന് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പഞ്ചായത്തിൽ ഈ ലൈൻ ആശ്രയിക്കുന്ന അതാണ്, മപ്പാട്ടുകാർ ഇവിടുന്നാണ് പോണത് നെല്ലായ പഞ്ചായത്തിലേക്കുള്ള ഇതൊക്കെ. പിന്നെ കുലുക്കല്ലൂർക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നെല്ലായ ആശ്രയിക്കുന്ന ലൈനാണ്, കുടിവെള്ള ലൈനാണിത്. അപ്പോൾ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ബന്ധപ്പെട്ടിട്ടും ഇവരൊക്കെ പറഞ്ഞ് പലവട്ടം പരാതി കൊടുത്തു, ഇടപെട്ടു എന്നാണ്. പക്ഷേ ഇതുവരെ ഒരു പരിഹാരം വന്നിട്ടില്ല. പൈപ്പ് ലൈനിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ റോഡ് പൊളിക്കേണ്ട സാഹചര്യമുണ്ടെന്നും ഇതിനായി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുമതി ലഭിക്കാത്തതാണ് പ്രശ്നം പരിഹരിക്കാൻ തടസ്സം ആകുന്നതെന്നുമാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ പറയുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്രദമാകേണ്ട കുടിവെള്ളം പാഴായി പോകുന്നത് ഏറെ വിഷമകരമായ കാര്യമാണെന്നും എത്രയും പെട്ടെന്ന് അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. MT വാസുദേവൻ നായർ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമാണെന്ന് മുൻ MLA CP മുഹമ്മദ്. പട്ടാമ്പി നഗരസഭ സംഘടിപ്പിച്ച MT വാസുദേവൻ നായർ അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
മരണാനന്തര ബഹുമതിയായെങ്കിലും എം ടി വാസുദേവൻ നായർക്ക് ഭാരതരത്ന പുരസ്കാരം നൽകണമെന്നും CP മുഹമ്മദ് പറഞ്ഞു. വടക്കേ ഇന്ത്യയിലോ വിദേശ രാജ്യങ്ങളിലോ ജനിച്ചിരുന്നെങ്കിൽ ലോകപ്രശസ്തനായ സാഹിത്യകാരനായി മാറുമായിരുന്നു MT. അഗ്നിച്ചിറകുള്ള നാവിൻ്റെ ഉടമയാണ് MT. മഹാനായ KP കേശവമേനോൻ്റെയും മാനേജ്മെൻറ്റ് വിദഗ്ധനായ MV നായരുടെയും മഹാപണ്ഡിതനായ MV കൃഷ്ണ വാര്യരുടെയും കീഴിൽ മാതൃഭൂമിയുടെ പീരിയോഡിക്കൽസ് എഡിറ്ററായി. പിന്നീട് മലയാള സിനിമയിലെ മികച്ച തിരക്കഥാകൃത്തായും സംവിധായകനായും അദ്ദേഹം മാറിയെന്നും CP പറഞ്ഞു. MLA ആയിരിക്കുമ്പോൾ MTയുമായി പല വേദികളും പങ്കിടാനായത് വലിയ അംഗീകാരമായി കരുതുന്നുവെന്നും CP മുഹമ്മദ് പറഞ്ഞു. പ്രവർത്തനത്തിൻ്റെ ഭൂമിക വടക്കേ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തോ ആയിരുന്നുവെങ്കിൽ അദ്ദേഹം ലോകത്തിലെ തന്നെ ഒരു ഇതിഹാസമായി മാറുമായിരുന്നു. സ്പോർട്സിൽ സച്ചിൻ ടെണ്ടുൽക്കർക്കും അതുപോലെ സംഗീതത്തിന് സിത്താർ വിദഗ്ധനായ ഉസ്താദ് ബിസ്മില്ല ഖാനും അതുപോലെ ബാലമുരളി കൃഷ്ണയ്ക്കും അതുപോലെ ഒരുപാട് പേർക്ക് വിവിധ മേഖലകളിൽ ഭാരതരത്നം കൊടുത്തിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ സാഹിത്യത്തിന് ഭാരതരത്നം കൊടുത്ത ഒന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ അത്തരത്തിലുള്ളൊരു ബഹുമതി കൊടുക്കാൻ ഏക യോഗ്യൻ MT വാസുദേവൻ നായരാണെന്ന് ഞാൻ കരുതുന്നു. തലമുറകളുടെ എഴുത്തുകാരനായിരുന്നു MT എന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. പഴയ തലമുറ മുതൽ പുതിയ തലമുറക്കാർ വരെ MTയെ വായിക്കുമെന്നും MLA പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് കാലം എന്ന് പറയുന്ന നോവല് വായിക്കുമ്പോൾ ചെറിയ വിദ്യാർത്ഥിയാണ്. പക്ഷേ സേതുമാധവന്റെ ആ ഒരു ജീവിതവും അതുകൂടെ കടന്നു പോകുന്ന സംഘർഷങ്ങളും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ തന്നെ സംഘർഷങ്ങളാണോ എന്ന് തോന്നിപ്പോകുന്നത് പോലെ അത് വായിച്ചത് ഞാനിപ്പോഴും ഓർക്കാം. നാലുകെട്ടില് ഒക്കെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഓരോ ജീവിത സംഘർഷങ്ങൾ ഓരോ വ്യക്തിയും അവർ കടന്നു പോകുന്ന ജീവിത സംഘർഷങ്ങൾ അവരുടെ സിസ്റ്റം, ഇപ്പൊ തറവാടിന്റെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, നാട്ടിൽ വരുന്ന ആധുനിക മാറ്റങ്ങൾ, ഇത് വ്യക്തികളെ അല്ലെങ്കിൽ കുടുംബങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ എഴുതുമ്പോൾ തന്നെ തികഞ്ഞ മതനിരപേക്ഷതയോടുകൂടി എല്ലാവരെയും ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന കാഴ്ചപ്പാട് ഉള്ളതുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള എഴുത്തുകളാണ് MTയുടെ എല്ലാ മേഖലയിലും നോക്കിയാൽ. ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷ O ലക്ഷ്മിക്കുട്ടി, ഉപാധ്യക്ഷൻ TP ഷാജി, KR നാരായണസ്വാമി, ഡോക്ടർ PV രാമൻകുട്ടി, TK നാരായണദാസ്, TVM അലി, T ഗോപാലകൃഷ്ണൻ, CP ചിത്ര, അഡ്വക്കേറ്റ് ഉദയശങ്കർ, KM വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ദിവസത്തിൽ ഒരു മരം പദ്ധതി പൂർത്തിയാക്കി കടമ്പഴിപ്പുറം സ്വദേശി സനൽ കളരിക്കൽ. 2024 വിട പറയുമ്പോൾ ഈ ഒരു വർഷം 365 വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് സനൽ പരിസ്ഥിതി പ്രവർത്തന രംഗത്ത് വേറിട്ട മാതൃക തീർത്തത്. 2024 ജനുവരി 30-ന് 30 വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് തുടക്കം കുറിച്ച ദിവസത്തിൽ ഒരു മരം പദ്ധതി 365 വൃക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് സനൽ പൂർത്തീകരിച്ചത്. പദ്ധതി പരിസമാപ്തിയുടെ ഭാഗമായി താൻ താമസിക്കുന്ന വായില്യാംകുന്ന് വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഓരോ വൃക്ഷത്തൈകൾ നൽകിയാണ് സനൽ പദ്ധതി പൂർത്തീകരിച്ചത്. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്വസിക്കുന്ന വായു തന്നെ മലിനപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. നേരത്തെയൊക്കെ നമ്മുടെ ഇഷ്ടംമാതിരി നമ്മുടെ തൊടികളിലൊക്കെ മരങ്ങൾ ഉണ്ട്, ഇപ്പോഴും മരങ്ങളുണ്ട്. ഇപ്പോഴുള്ള മരങ്ങൾ റബ്ബറും മറ്റു സാധനങ്ങളൊക്കെയാണ്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുന്ന സസ്യങ്ങൾ മരങ്ങൾ ഏതാ? ചോദ്യമാണ്. അപ്പോൾ അത്തരം മരങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ നമ്മുടെ അവിടെ പട്ടില് പറഞ്ഞറിയോ, അതായത് മുള അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മുടെ പണ്ട് നമ്മുടെ പേരിൽ നമ്മുടെ മൃതക്കൂടെയും വീടിന് 4 പേരൊക്കെ ഉണ്ടായിരുന്ന മരങ്ങളാണ് ഏറ്റവും കൂടുതൽ. എല്ലാവരുടെയും പേരൊന്നും പറയുന്നുണ്ട്, അത് രാജേഷിനെ ചോദിക്കണം മുഴുവൻ എനിക്കും അറിയില്ല. അത്തരം സാധനങ്ങളാണ് നമ്മുടെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജനെ പുറത്തുവിട്ട് നമുക്ക് ശ്വസിക്കാനുള്ള, അതായത് ജീവജാലങ്ങൾക്ക് മറ്റു ജീവജാലങ്ങൾക്ക് ശ്വസിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി വരുന്നത്. അത് നമ്മളെ ഇപ്പൊ നാട്ടിലെ ഒരു മരം, ഒരു മരം, അതായത് പട്ടില് 2024-ൽ 2024 കണിക്കൊന്ന തൈകൾ നടുന്ന പദ്ധതിയായ പൊൻകണി 2024-ന്റെ ഭാഗമായാണ് തൈനടലിന് തുടക്കം കുറിച്ചത്. സ്കൂളുകൾ, ക്ഷേത്രങ്ങൾ, സന്നദ്ധ സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തൊഴിലുറപ്പ്, കുടുംബശ്രീ തുടങ്ങിയ കൂട്ടായ്മയുടെയെല്ലാം സഹകരണത്തോടെയാണ് പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഒരു വർഷത്തിൽ 365 വൃക്ഷത്തൈകൾ നടുക എന്ന പദ്ധതി ആയിരുന്നെങ്കിലും സംസ്കൃതിയുടെ വിവിധ പദ്ധതികളുടെ ഭാഗമായി
സനലിന്റെ കൈകളിലൂടെ 600-ലധികം വൃക്ഷത്തൈകൾ നടുകയോ വിതരണം ചെയ്യപ്പെടുകയോ ചെയ്തു. ഈ ആശയം ഉൾക്കൊണ്ട് വരും വർഷങ്ങളിലും പ്രവൃത്തി തുടരാനാണ് സനൽ ഉദ്ദേശിക്കുന്നത്. സംസ്കൃതി 2025-ൽ 2025 ആര്യവേപ്പ് തൈകളാണ് നട്ടുപരിപാലിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രഖ്യാപനവും പ്രസ്തുത പരിപാടിയിൽ നടന്നു. 4 വർഷം മുമ്പ് രാജേഷ് അടയ്ക്കാപുത്തൂരുമായുള്ള സൗഹൃദത്തോടുകൂടിയാണ് പരിസ്ഥിതി പ്രവർത്തന രംഗത്തേക്ക് സനൽ കടന്നു വന്നത്. നടുന്ന തൈകളുടെ പരിപാലനവും വളർച്ചാ നിരീക്ഷണവും ഉൾപ്പെടെ ദിനചര്യയാക്കി. വരും വർഷങ്ങളിലും സംസ്കൃതിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഉണ്ടാവുമെന്ന് സനൽ കളരിക്കൽ പറഞ്ഞു. പരിപാടിയിൽ വാർഡ് മെമ്പർ സവിത MP, രവിചന്ദ്രൻ, ജേക്കബ്, വാസുദേവൻ ഓടംപുളി, N സച്ചിദാനന്ദൻ, VTB കോളേജിലെ NSS ടീം അംഗങ്ങൾ, സംസ്കൃതി പ്രവർത്തകരായ രാജേഷ് അടയ്ക്കാപുത്തൂർ, UC വാസുദേവൻ, ജയദേവൻ കൂടത്തൊടി, ശിവപാർവൻ KS തുടങ്ങിയവർ സംസാരിച്ചു. ചെർപ്പശ്ശേരി കരുമാനാംകുറിശി ചിന്താ കലാ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ന്യൂ ഇയർ വിരുന്ന് 31 ചൊവ്വാഴ്ച വൈകിട്ട് 5 മുതൽ നടക്കും. വൈബ 2025 എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ചെർപ്പശ്ശേരി കരുമാനാംകുറിശി ആസ്ഥാനമായി ജീവകാരുണ്യ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ചിന്താ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പുതുവർഷത്തെ വരവേറ്റുകൊണ്ടാണ് ഡിസംബർ 31 ചൊവ്വാഴ്ച വൈകിട്ട് 5 വൈബ 2025 സംഘടിപ്പിച്ചിട്ടുള്ളത്. പി മമ്മിക്കുട്ടി MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. K പ്രേംകുമാർ MLA, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ, മുൻ ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നത്ത്, ചെർപ്പശ്ശേരി CI T ശശികുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. തുടർന്ന് യാഴ കാറൽമണ്ണയുടെ ഫോക്ക് ഗാനമേള, കുട്ടികളുടെ കലാപരിപാടികൾ, നാടൻപാട്ട് എന്നിവയും അരങ്ങേറും. ഫുഡ് കോർട്ടും ഒരുക്കിയിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനസമാഹരണാർത്ഥം കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് പ്രോഗ്രാം കൺവീനർ MR രാജേഷ് പറഞ്ഞു. നമ്മൾ ചിന്ത കലാ സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ന്യൂ ഇയർ വരവേൽപ്പിനെ വലിയ ഗംഭീരമായിട്ടാണ് പരിപാടികൾ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. നാളെ വൈകുന്നേരം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഓരോ കുടുംബത്തിനും അതുപോലെ തന്നെ നമ്മുടെ ബഹുജനങ്ങൾക്കും കാണുന്ന രീതിയിൽ വലിയൊരു കലാ സാംസ്കാരിക വിരുന്നാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, ഗ്രൗണ്ടിൽ വലിയൊരു സ്റ്റേജ് കെട്ടി ഭക്ഷണ സൗകര്യങ്ങളൊക്കെ തന്നെ എല്ലാം ഒരുക്കിക്കൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നമ്മൾ കുറേ സൗകര്യങ്ങളാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗാനമേള, ഫോക്ക് ഗാനമേള, കുട്ടികളുടെ കലാപരിപാടികൾ വൈകുന്നേരം 5 മണിക്ക് തന്നെ ആരംഭിക്കും. രാത്രി 12 മണി വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് പരിപാടികളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആളുകളും നമ്മുടെ ഈ വെള്ളിനേഴി, കാറൽമണ്ണ, ചെർപ്പളശ്ശേരി മുനിസിപ്പാലിറ്റി, ആലിപ്പറമ്പ് പ്രദേശത്തെ എല്ലാ ആളുകളും ഈ പരിപാടി വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരണം. വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്ന കലാപരിപാടികളിൽ എത്തിച്ചേരണം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചികിത്സയ്ക്കായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ജീവകാരുണ്യ സമ്മാന കൂപ്പണുകളുണ്ട്. സമ്മാന കൂപ്പണുകൾ 1 ലക്ഷം രൂപയാണ് ഒന്നാം സമ്മാനം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമ്മാന കൂപ്പണുകളും അതുപോലെ തന്നെ ഇതുമായി സഹകരിച്ചും എല്ലാ നല്ല മനസ്സുകളും ഇതിൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു ചിന്ത വൈബ് ഫെസ്റ്റിൻ്റെ കൂടെ, വൈബ് 2025 കൂടെ പൂർണ്ണമായിട്ട് ഉണ്ടാവണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടാനുള്ളത്. എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. വെട്ടത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം നിർധന കുടുംബത്തിന് സമർപ്പിക്കുന്ന സ്നേഹഭവനത്തിൻ്റെ തറക്കല്ലിട്ടു. തേലക്കാടുള്ള കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. പ്രദേശത്തെ ഒരു കുടുംബം സൗജന്യമായി നൽകിയ സ്ഥലത്താണ് സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി NSS യൂണിറ്റ് വീട് നിർമ്മിക്കുന്നത്. പ്രവൃത്തിക്കാവശ്യമായ ധനസമാഹരണാർത്ഥം NSS വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ചും സംഘടിപ്പിച്ചിരുന്നു. വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KM ഉബൈദുള്ള, KP അബ്ദുൽ ജലീൽ, PTA പ്രസിഡന്റ് N ഷാജഹാൻ എന്നിവർ ചേർന്ന് ഭവനത്തിന് തറക്കല്ലിട്ടു. SMC വൈസ് ചെയർമാൻ അനിൽകുമാർ, പ്രിൻസിപ്പൽ ഇൻചാർജ് V അബ്ദുൽ ലത്തീഫ്, പ്രധാനാധ്യാപകൻ KA അബ്ദുമനാഫ്, ഷംസുദ്ദീൻ പച്ചീരി, അംബിക, ഹംസ, അബ്ദുൽ ജലീൽ, സ്റ്റാഫ് സെക്രട്ടറി KP ഉബൈദുള്ള, NSS പ്രോഗ്രാം ഓഫീസർ O മുഹമ്മദ് അൻവർ, NSS ലീഡർമാരായ ലിഖിത സുരേഷ്, ഫർഹാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രകൃതിദത്ത വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് അലങ്കരിച്ച ഒരു വിവാഹ വേദി കാണാം ഇനി. വിവാഹം എങ്ങനെ ആർഭാടമാക്കാം എന്ന് ചിന്തിക്കുന്ന കാലത്താണ് കുരുത്തോലയും പൂക്കളും കൊണ്ട് ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു കല്യാണ ചടങ്ങ് നടന്നത്. കോട്ടോപ്പാടത്ത് നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പ് സ്വദേശിയായ പാറയ്ക്കൽ ശിവദാസൻ പ്രേമലത ദമ്പതികളുടെ മകൻ ഹരിത്തിൻ്റെ വിവാഹ ചടങ്ങിനുള്ള അലങ്കാരങ്ങളാണ് പ്രകൃതിദത്ത വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചൊരുക്കിയത്.
കോട്ടോപ്പാടം CH ഓഡിറ്റോറിയമായിരുന്നു വേദി. മരം കൊണ്ടുള്ള കവാടത്തിൽ നാടൻ പൂക്കൾ. അകത്തേക്ക് വന്നാൽ സ്റ്റേജ് കുരുത്തോല കൊണ്ടും തെങ്ങോല കൊണ്ടും മനോഹരമാക്കിയിരിക്കുന്നു. മംഗളമായൊരു മുഹൂർത്തം കഴിയുമ്പോൾ പ്രകൃതിക്ക് ദോഷമായൊരു വസ്തുവും പുറന്തള്ളപ്പെടരുതെന്ന നിർബന്ധമാണ് ഇത്തരത്തിൽ വേദി അലങ്കരിക്കാൻ കാരണമെന്ന് ശിവദാസൻ പറഞ്ഞു. സാധാരണ ഒരു വിവാഹം കഴിഞ്ഞാൽ അവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂമ്പാരം കൊണ്ട് നമ്മളത് ഭൂമിക്കും അതുപോലെ തന്നെ പരിസ്ഥിതിയെയും അതുപോലെ തന്നെ അവിടെ താമസിക്കുന്ന വ്യക്തികളെയൊക്കെ ബാധിക്കുന്ന തരത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതിനൊരു മാറ്റം വരുത്തുന്നുള്ള എൻ്റെ ചിന്താഗതിയുടെ ഭാഗമായിട്ട് തുടക്കം മുതൽ ഞാൻ ഈ പരിസ്ഥിതിയോട് ബന്ധപ്പെട്ട് ഗ്രീൻ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടാണ് വിവാഹ ക്ഷണക്കത്തടക്കം തുടങ്ങി ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നും നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്ലാസ്റ്റിക്കിനെ കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ട് നമ്മളെ ഭക്ഷണത്തിലായാലും ശരി അതുപോലെ തന്നെ സ്റ്റേജിലായാലും ശരി ഒരു മാറ്റം വരുത്താൻ ഉദ്ദേശിച്ചു. കലവറയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. സദ്യയ്ക്ക് തൂശനില പ്രത്യേകം വെട്ടിയുണ്ടാക്കി പ്ലേറ്റിൽ വെച്ചാണ് ഭക്ഷണം നൽകിയത്. വെള്ളം കുടിക്കാനായി ഉപയോഗിച്ചത് സ്റ്റീൽ ഗ്ലാസും. ക്ഷണിക്കപ്പെട്ടെത്തിയ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കര ജസീന, മലപ്പുറം DMO ഡോക്ടർ രേണുക ഉൾപ്പെടെയുള്ളവർ കുടുംബത്തെ അഭിനന്ദിച്ചു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൊണ്ട് അലങ്കരിക്കാനുള്ള സാമ്പത്തിക ചെലവ് മാത്രമേ വന്നിട്ടുള്ളൂ. കഴിയുന്നവർ മാതൃക സ്വീകരിക്കണമെന്നാണ് ശിവദാസന്റെ ആഗ്രഹം. അത് നമുക്ക് 99% വിജയിച്ചു എന്നാണ് എല്ലാവരും പറയുന്നത്. നമ്മുടെ എല്ലാ ഭാഗത്തും നമുക്കത് അപ്രീഷിയേറ്റീവുള്ള ഫോൺ കോളുകളും അതുപോലെ തന്നെ സംസാരം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഈ സജ്ജീകരണം ഏർപ്പെടുത്തിയുകൊണ്ട് പല ആൾക്കാരും അവർക്ക് ഇനി അത് വേണമെന്നുള്ള നമ്മൾ അന്വേഷിച്ച് സംസാരിച്ച് വരുന്നുണ്ട്. ഈവൻ ഇതുപോലെ തന്നെ ഗൾഫിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കോഴിക്കോട് ഇപ്പോൾ അടുത്ത സമയത്ത് തന്നെ വടകര എന്നൊരു വ്യക്തി വിളിച്ചിരുന്നു. ഇതുപോലെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ചോദിച്ചിട്ട്. എന്തായാലും നല്ലൊരു മാറ്റം നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭൂമിയുടെ ഇന്നത്തെ അവസ്ഥയിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ അതിനെ കംപ്ലീറ്റ് മുഴുവനായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യാൻ മറ്റുള്ളവർക്കും ഇതൊരു മാതൃക ആവട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറഞ്ഞത്. കൃഷ്ണയാണ് ഹരിത്തിൻ്റെ വധു. മണ്ണാർക്കാടുള്ള സിഗ്നേച്ചർ ഈവന്റ് കൈവേലക്കൂട്ടമാണ് അലങ്കാര പ്രവൃത്തികൾ നടത്തിയത്. ഭക്ഷണം ഒരുക്കിയത് കരിമ്പുഴയിലുള്ള മണീസ് കാറ്ററിംഗാണ്. ന്യൂസ് ബ്യൂറോ, കരിങ്കലത്താണി. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. നഗരസഭ ചെയർപേഴ്സൺ N. നസീറ യോഗം ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ തഹസിൽദാർ ഹാരിസ് കപൂർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ട്രോമാ കെയർ പെരിന്തൽമണ്ണ യൂണിറ്റിലെ പ്രവർത്തകരെയും വിവിധ മേഖലകളിലെ കാരുണ്യ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. ട്രോമാ കെയറിന്റെ പ്രവർത്തനങ്ങൾക്ക് നാലകത്ത് ഗ്രാനൈറ്റ്സ്, വിവിധ രക്ഷാപ്രവർത്തന ഉപകരണങ്ങൾ ചടങ്ങിൽ കൈമാറി. പെരിന്തൽമണ്ണ ഡെപ്യൂട്ടി തഹസിൽദാർ മണികണ്ഠനാണ് ഉപകരണങ്ങൾ യൂണിറ്റിന് കൈമാറിയത്. നഗരസഭ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് ലീഡർ സുഹൈബ് മാട്ടായ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രോമാ കെയർ പെരിന്തൽമണ്ണ യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ട്രോമാ കെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് വണ്ടൂരിന്റെ നേതൃത്വത്തിലാണ് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത്. 15-അംഗ കമ്മിറ്റിയിൽ ജബ്ബാർ ജൂബിലിയാണ് യൂണിറ്റ് ലീഡർ. പ്രസിഡന്റ് ഷെഫീദ് പാതായിക്കര യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ ട്രോമാ കെയർ ജില്ലാ സെക്രട്ടറി പ്രതീഷ് KP, ഡോക്ടർ നിലാർ മുഹമ്മദ്, ഡോക്ടർ VU സീതി, ഡോക്ടർ ജലീൽ, സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ, നിലമ്പൂർ സൗത്ത് SFO രഞ്ജിത്ത്, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ CK വത്സൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജി, കുറ്റീരി മാനുപ്പ, ജവാദ് കുടുക്കൻ, നാസർ തൂത, ഷിഹാബ്, മണികണ്ഠൻ, യാസർ എരവിമംഗലം, അമ്പിളി ജിജൻ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കല്ലടിക്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചെറുകിട വ്യാപാരികൾക്ക് ബിസിനസ് മോട്ടിവേഷൻ ക്ലാസ് നടത്തി. സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. പഠനം വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ് എന്ന് ബോധ്യപ്പെടുകയും വ്യാപാര മേഖലയിൽ അടുത്ത തലത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പുതിയ അപ്ഡേഷൻ, പുതിയ പഠനങ്ങൾ കാലത്തിനനുസരിച്ച് നാം നമ്മുടെ വ്യാപാര സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ബോധ്യപ്പെടുകയും അതിനൊരു വേദി ഒരുക്കുകയും ചെയ്ത കല്ലടിക്കോട് യൂണിറ്റിൻ്റെ ദീർഘവീക്ഷണത്തെ അച്ചടക്കമുള്ള ഭാരവാഹികളുടെ ആ കാഴ്ചപ്പാടിനെ
അവരുടെ സന്നദ്ധതയെ വിദ്യാലയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കല്ലടിക്കോട് യൂണിറ്റ് പ്രസിഡന്റ് അജോ അഗസ്റ്റിൻ മഞ്ഞാടിക്കൽ അധ്യക്ഷത വഹിച്ചു. കരിമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. പ്രമുഖ ബിസിനസ് മോട്ടിവേറ്റർ ഗസാഖ് ബെഞ്ചാലി ക്ലാസുകൾ എടുത്തു. അഷ്റഫ് റിഡ്സി, മുരളികുമാർ, KA ഹമീദ്, C ശ്രീകാന്ത്, അബൂബക്കർ സിദ്ദീഖ്, നിധു ജോൺ, സെയ്ദു മുഹമ്മദ്, ഷാഫി, രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരുന്നു ക്ലാസ്. ഈയിടെ വലിയ പ്രചാരം നേടുകയും വിവാദം ഉയരുകയും ചെയ്ത മെക്സവൻ വ്യായാമ മുറ ആനമങ്ങാട് പാറലിൽ 100 ദിവസം പിന്നിട്ടു. 100ാം ദിനാഘോഷ പരിപാടി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. ഏതു പ്രായക്കാർക്കും ലളിതമായും അനായാസമായും ശീലിക്കാവുന്ന വ്യായാമമുറയായ മെക്സവന് കേരളത്തിൽ 100 കണക്കിന് കേന്ദ്രങ്ങളാണ് ഉള്ളത്. ആനമങ്ങാട് പാറലിൽ മെക്സവൻ തുടങ്ങിയിട്ട് 100 ദിവസം പിന്നിട്ടു. പാറലിന്റെ കീഴിൽ എളാട്, മുതുകുർശി, മണലായ, തൂത തുടങ്ങിയ സ്ഥലങ്ങളിൽ സെന്ററുകൾ ഇതിനോടകം പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു. 2012 കൊണ്ടോട്ടി തുറക്കലിൽ വിമുക്ത ഭടൻ ഡോക്ടർ P സൊലാഹുദ്ദീൻ ആരംഭിച്ച ഈ വ്യായാമമുറയെപ്പറ്റി ഇന്ന് വലിയ സംസാര വിഷയമാണ്. 10 വർഷത്തെ നിരീക്ഷണത്തിനും ഗവേഷണത്തിനു ശേഷം 2022 രണ്ടാമത്തെ കേന്ദ്രം ആരംഭിക്കുന്നത്. മെക്സവൻ പാറൽ സെന്ററിന്റെ 100ാം വാർഷികാഘോഷ പരിപാടികൾ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. സെന്റർ വൈസ് ചെയർമാൻ CK കുഞ്ഞാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KP ഹംസപ്പ ഹാജി, ഹുസൈൻ പാറൽ, ട്രെയിനർ VK നൌഫൽ, CP കുഞ്ഞലവി, ഹബീബുല്ല ഫൈസി, M ഉണ്ണികൃഷ്ണൻ, KK അബ്ദുറഹിമാൻ, K ഹുസൈൻ, KT രമേശ്, CK ഷംസുദ്ദീൻ, EP സാലിഹ്, TK ഷംസു, T മുഹമ്മദ് കുട്ടി, VK മുഹമ്മദ് അലി, CK മജീദ്, K സൈദാലി, KP സുബൈർ, KK നൂർ മുഹമ്മദ്, PK ഹുസൈൻ, KK സലാം, NP ബഷീർ, V മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉമാ തോമസ് MLAക്ക് പിന്നാലെ KPA മജീദ് MLAക്കും വീണ് പരിക്ക്. പെരിന്തൽമണ്ണയിൽ വാർത്താ സമ്മേളനം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് MLA കാൽ തെന്നി വീണത്. തലയ്ക്കും കാലിനും പരിക്കേറ്റ MLAയെ മൗലാന ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിന്തൽമണ്ണ താഴേക്കോട് ജുമാ മസ്ജിദിൽ മോഷണം. ഓഫീസിൽ കയറി യുവാവ് പണം മോഷ്ടിച്ചു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ മലബാർ ന്യൂസിൽ ലഭിച്ചു. ഒറ്റപ്പാലം ലക്കിടിയിൽ വാഹനാപകടം. ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. പാമ്പാടി സ്വദേശി രാമനാണ് മരിച്ചത്. ഭാര്യയ്ക്ക് പരിക്ക്. ചെർപ്പശ്ശേരി കച്ചേരിക്കുന്ന് ജംഗ്ഷൻ വാഹനങ്ങൾക്ക് അപകടക്കെണിയാകുന്നു. കയറ്റവും വളവും ചേർന്ന് വരുന്ന ഭാഗത്ത് റോഡ് പൊളിഞ്ഞു കിടക്കുന്നതിനാൽ യാത്ര കഠിനം. ഇരുചക്രവാഹനങ്ങൾ തെന്നിമറിയുന്നത് നിത്യസംഭവം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.